പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലിയിൽ പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞു. ഹൈക്കോടതി ഉത്തരവോടെ സന്ദേശ് ഖാലിയിലെത്തിയ സുവേന്ദു അധികാരിയാണ് പോലീസ് തടഞ്ഞത്. കൂടുതൽ ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഖാലി മേഖലയിലെ 6 പഞ്ചായത്തുകളിൽ കൂടിയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ള വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുന്നത്. എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചാണ് പോലീസിന്റെ ഇടപെടൽ? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. CRPC 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവിടെ സന്ദർശനം നടത്താൻ കഴിയില്ല എന്നാണ് പശ്ചിമ ബംഗാൾ പോലീസ് എടുക്കുന്ന നിലപാട്. അതിനാൽ തന്നെ അവിടേക്ക് സന്ദേശ് ഖാലിയിൽ എത്തുവാനോ അല്ലെങ്കിൽ അവിടെ സ്ത്രീകളുമായോ സംസാരിക്കാനോ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നുള്ള നിലപാട് പോലീസ് എടുത്തിരിക്കുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് സംസ്ഥാന പോലീസ് നടത്തുന്നത്. കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ അവിടേക്ക് പോകാൻ ശ്രമിച്ചത്. എന്നാൽ അതിനെ തടയിടുന്ന അവസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇന്ന് സമാനമായ ഉത്തരവുമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവും എത്തിയപ്പോൾ അദ്ദേഹത്തെയും തടഞ്ഞിരിക്കുകയാണ്. നേരത്തെയും സുവേന്ദു അധികാരി അവിടേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അന്നും അദ്ദേഹത്തെ പോലീസ് തടഞ്ഞിരുന്നു. ഇങ്ങനെ നിരന്തരമായി അവിടേക്ക് എത്തുവാൻ ശ്രമിക്കുന്ന BJPയുടെ നേതാക്കന്മാരെയൊക്കെ തന്നെ തടയുന്ന സ്ഥിതിവിശേഷമാണ്. കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ അവിടെ സന്ദർശിച്ച് അവിടെ പീഡനത്തിന് ഇരയായ സ്ത്രീകളുടെ മൊഴിയെടുത്ത് അതിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് രേഖാ ശർമ്മ ഉയർത്തിയത്. പോലീസ് നിഷ്ക്രിയമാണ്. മാത്രമല്ല പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഫലമായി അവിടെ പ്രവർത്തിക്കുന്നു. അവിടെ അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഈ അക്രമി സംഘത്തെ പ്രധാനമായും നയിച്ച അവിടുത്തെ TMCയുടെ പ്രാദേശിക നേതാവ് ഷെയ്ഖ് ഷാജഹാൻ ഇതുവരെയായിട്ടും പിടികൂടാൻ സാധിച്ചില്ല. 2 പ്രാദേശിക നേതാക്കളെ മാത്രമാണ് അവിടെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. ഇത് പോലീസിന്റെ നിഷ്ക്രിയത്വം വെളിവാക്കുന്ന കാര്യമാണ് എന്നാണ് ഇന്നലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷാജഹാൻ ഷെയ്ഖിനെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചില്ല. തൃണമൂൽ നേതൃത്വമാണ്, പോലീസ് തന്നെയാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് എന്നുള്ള വിമർശനമടക്കം ഇതിനകം ശക്തമായി കഴിഞ്ഞു. ഇത് കൃത്യമായ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലും തൃണമൂൽ പ്രവർത്തകർ തടയുകയാണ്. തൃണമൂൽ പ്രവർത്തകർ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട്, മമത സർക്കാർ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ആ സന്ദേശ് ഖാലിയിൽ എന്താണ് നടക്കുന്നതെന്ന് പുറം ലോകത്തെ പോലും അറിയിക്കാതിരിക്കാനുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തിനടക്കം ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. മമത സർക്കാരിന് വലിയ തിരിച്ചടി ഇനി വരുന്ന ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാകുമെന്നുള്ള ഒരു പൊതുവെയുള്ള വിലയിരുത്തലുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സുരേഷ്, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് സന്ദേശ് ഖാലി എന്ന പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാന ജില്ലയിലെ ഒരു ഹരിജൻ ഗ്രാമത്തിലുണ്ടായത് വലിയ കൊടിയ പീഡനമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ അക്രമി സംഘം TMC നേതാവ് ഷെയ്ഖ് ഷാജഹാന്റെ നേതൃത്വത്തിൽ കടന്നെത്തിയ അക്രമി സംഘം അവിടെ സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ചു. മാത്രമല്ല അവരെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അവരുടെ വസ്തുവകകൾ കൈകേറി, അതേപോലെ തന്നെ വീടും മറ്റും സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത്. നിരവധി സ്ത്രീകൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. In favor of our party BJP. I am representing them. किस तरीके से व्यवहार और भाषा देखिए. साहिब का नाम he is challenging judiciary, higher judiciary. It's a very alarming. The main pillar of the constitution is the judiciary. They are challenging Mamta police, a senior IPS, challenging Calcutta High Court order. 1 घंटा यहाँ वो लोग को रीथिंक करने के लिए मैं मौका दे रहा हूँ. 11-10 बजे 12-10 में मैं सीधा गाड़ी घुमा के कलकत्ता हाई कोर्ट जाऊंगा. What is your good name? Jaspreet Singh IPS. You are holding? I am SSIB. Jaspreet Singh. പോലീസ് തടഞ്ഞിരിക്കുന്നത് നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന സമീപനമാണ് മമതാ സർക്കാർ സ്വീകരിക്കുന്നത്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിയമവ്യവസ്ഥയെ അട്ടിമറിക്കുന്നു, അക്രമികൾക്ക് പ്രോത്സാഹനം ചെയ്യുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞത്. നന്ദൻ തുടരുകയാണ്. നന്ദൻ, വലിയ പ്രതിഷേധമാണ് ഇതിനകം ഉടലെടുത്തു കഴിഞ്ഞത്. എന്നാൽ ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട തൃണമൂൽ പ്രവർത്തകരുടെ എല്ലാ അതിക്രമങ്ങൾക്കും ഒത്താശ ചെയ്യുന്ന സമീപനം തന്നെയാണ് മമത സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
സുരേഷ്, ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയത് പോലീസിന്റെ നിഷ്ക്രിയത്വം തന്നെയാണ്. പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടുകൊണ്ട് അവിടെ ഇടപെടുന്നു. അതുതന്നെയാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന പീഡനവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നിഷ്ക്രിയത്വം അവിടെ ഉയർന്നു. അതിനെതിരെ വലിയ പ്രതിഷേധം പശ്ചിമ ബംഗാളിന്റെ പല ഭാഗങ്ങളിലും ഉയരുന്നുണ്ട്. മാത്രമല്ല, സ്ത്രീകൾ സംഘടിച്ച് സമരമുഖത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പശ്ചിമ ബംഗാളിൽ ഇത്ര വലിയ പീഡനം നടന്നിട്ടും അത് പുറം ലോകം അറിയരുത് എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി അവിടെ മാധ്യമങ്ങൾക്ക് പോലും പ്രവേശിക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടെ മാധ്യമ പ്രവർത്തകരെതിരെ കേസെടുക്കുന്ന സാഹചര്യം, അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ ഈ മാധ്യമ പ്രവർത്തകന്റെ കുടുംബം സമീപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മാധ്യമ സ്വാതന്ത്ര്യം പോലും അവിടെ വിലക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാന ജില്ലയിലെ ഈ സന്ദേശ് ഖാലിയിൽ നിലനിൽക്കുന്നത്. അവിടെ ഒരു തരത്തിലും ഈ വിവരങ്ങൾ പുറത്ത് വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിനെ, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും പിന്നീട് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ തന്നെ അത് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് TMCയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായി പോലീസ് ഇത്തരം നിഷ്ക്രിയമായി നിൽക്കുന്നതും. മാത്രമല്ല, ഇരകൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് അക്രമികളെ സംരക്ഷിക്കുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്നതും. TMC നേതാവ് ഷെയ്ഖ് ഷാജഹാൻ തന്നെയാണ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അയാൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ്. നേരത്തെ അവിടെ ED സംഘത്തെ ഈ ഷെയ്ഖ് ഷാജഹാൻ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോഴും ഇയാൾക്കെതിരെ നടപടിയെടുക്കാതെ പോലീസ് ഈ TMC നേതാവിനെ, പ്രാദേശിക നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായും വോട്ട് രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് ഈ പോലീസിന് മേലുള്ള സമ്മർദ്ദത്തിന്റെ കാരണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ 25% മുസ്ലിം വോട്ടുകളുണ്ട്. അത് TMC വോട്ട് ബാങ്കായി അതിനെ കരുതിക്കൊണ്ട് അവിടെ അക്രമികൾക്ക് സംരക്ഷണം ഒരുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ നടക്കുന്ന വംശീയ ഹത്യയാണ് ശരിക്കും ഈ പശ്ചിമ ബംഗാളിലെ നോർത്ത് പർഗാനസിലെ സന്ദേശ് ഖാലിയിൽ നടക്കുന്നത്. ആ വംശീയ ഹത്യ പുറം ലോകം അറിയരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ പോലും ഉപയോഗിച്ചുകൊണ്ട്, നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC സർക്കാർ മുന്നോട്ട് പോകുന്നത്. സുരേഷ്, സന്ദേശ് ഖാലിയിൽ പ്രതിപക്ഷ നേതാവിനെയാണ് തടഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവോടെ സന്ദേശ് ഖാലിയിലെത്തിയ സുവീൻഡോ അധികാരിയാണ് പോലീസ് തടഞ്ഞത്. കൂടുതൽ ഇടങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നിയമ സംവിധാനത്തെ പോലും അട്ടിമറിക്കുന്ന സമീപനമാണ് ബംഗാൾ സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് സുവേൻഡോ അധികാരി അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. S. നന്ദഗോപനാണ് വിശദാംശങ്ങൾ നൽകിയത്.